ടോപ്പ് 5-ൽ ടോപ്പ് 2-ലെത്താൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് തന്നെയായിരുന്നു ജാസ്മിനെ ഞാൻ കണ്ടിരുന്നത്. നമ്മളെല്ലാവരും ഒരുപാട് ആൾക്കാർ ജാസ്മിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈയിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ അല്ലെങ്കിൽ ജാസ്മിനെതിരെയുള്ള ചില വെളിപ്പെടുത്തലുകൾ, സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ജാസ്മിൻ്റെ ഈ സപ്പോർട്ടിനെ ഇനി ബാധിക്കുമോ അല്ലെങ്കിൽ കുറയ്ക്കുമോ എന്നൊക്കെ നമുക്കിനി കണ്ടു തന്നെ അറിയണം. അഫ്സൽ എന്ന് പറയുന്നത് ഈ ജാസ്മിൻ്റെ പുറത്തുള്ള എന്തെങ്കിലും ബോയ് ഫ്രണ്ടോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം ലൈവ് നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഇപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്യുന്ന എല്ലാവരും അധിക പേരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജാസ്മിനെതിരെയുള്ള കുറച്ച് വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ എതിരെന്നല്ല, ജാസ്മിൻ പറയുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകൾ തീരെ യോജിക്കുന്നില്ല.